നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധം അതിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിൽ വന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് $800 കോടി ആയുധങ്ങൾ നൽകാൻ ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ബൈഡന്റെ ഭരണകൂടം ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പടക്കോപ്പുകളുമാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറുന്നത്. അമേരിക്കയുടെ കയ്യിൽ സ്റ്റോക്കുള്ള ആയുധങ്ങൾ ഉടൻ തന്നെ കൈമാറുമെന്നും ബാക്കിയുള്ളത് 1 വർഷത്തിനുള്ളിൽ കൈമാറുമെന്നാണ് കരുതപ്പെടുന്നത്. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലാവധി ഈ മാസം 20-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഈ തീരുമാനം അംഗീകരിക്കേണ്ടതുണ്ട്. യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള മിസൈലുകളും അതീവ പ്രഹരശേഷിയുള്ള ബോംബുകളും ഇവയിൽ പെടുന്നു. അതീവ പ്രഹരശേഷിയുള്ള 500 LB ബോംബുകൾ ഉൾപ്പെടെ വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കപ്പൽ മാർഗം അമേരിക്ക ഇസ്രായേലിൽ എത്തിച്ചിരുന്നു. ഇസ്രായേലിലെ സുരക്ഷ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തുന്നതിനായി അമേരിക്ക പ്രത്യേകമായി നൽകുന്ന സഹായമായിട്ടാണ് ഇക്കാര്യം കണക്കാക്കേണ്ടത്. ഇസ്രായേൽ ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ കരുതുന്നതെന്നും US വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെയും അവർ സഹായം നൽകുന്ന തീവ്രവാദ സംഘടനകളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും അമേരിക്കൻ സർക്കാർ കരുതുന്നു. ഇനിയും ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ തന്നെയാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. നേരത്തെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സന്ദർഭത്തിലും അമേരിക്കയിൽ നിന്ന് അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കൻ സർക്കാർ നിർത്തിവെച്ചിരുന്നു. ജോ ബൈഡൻ ഇക്കാര്യത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ആയുധ വിതരണം നിർത്തിവെച്ചത്. എന്നാൽ പിന്നീട് അമേരിക്കൻ സർക്കാർ ഈ തീരുമാനം മാറ്റുകയും ആയുധങ്ങൾ യഥേഷ്ടം ഇസ്രായേലിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളെ മറികടന്ന് അതേസമയം ഹൂത്തികൾ അയച്ച മിസൈലുകൾ എത്തിയ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് അടിയന്തരമായി എത്തിക്കാനും അമേരിക്ക നടപടികൾ എടുത്തിരുന്നു. താഡിനൊപ്പം 100ഓളം സൈനികരെയും അമേരിക്ക ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം 120 ഇസ്രായേലി കമാൻഡോകൾ സിറിയയിലെ ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം റെയ്ഡ് ചെയ്ത് നശിപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. 2024 സെപ്റ്റംബർ 8-നാണ് ദൗത്യം നടപ്പിലാക്കിയത്. ഓപ്പറേഷൻ മെനിവേസ് എന്ന പേരിട്ട ദൗത്യത്തിലൂടെയാണ് കേന്ദ്രം തകർത്തത്. വർഷത്തിൽ 100 മുതൽ 300 വരെ മിസൈലുകൾ നിർമ്മിക്കാനാകുന്ന കേന്ദ്രമാണ് ഇസ്രായേലി കമാൻഡോകൾ തകർത്തത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും സിറിയയിലെ അസദ് ഭരണകൂടത്തിനും മിസൈലുകൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്നും ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. സിറിയൻ വ്യോമ പ്രതിരോധത്തിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന പടിഞ്ഞാറൻ സിറിയയിലെ മസ്യാഫ് പ്രദേശത്തിനടുത്താണ് മിസൈൽ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. 2017 നിർമ്മാണം ആരംഭിക്കുകയും 2021 130 മീറ്റർ താഴ്ചയുള്ള ഭൂഗർഭ അറ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു. വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനും ശേഷമാണ് സ്ഥാപനം റെയ്ഡ് ചെയ്യാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചത്. പ്രാരംഭ പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെടുത്തിയതെങ്കിലും 2023 ഒക്ടോബറിലെ ആക്രമണത്തോടെ ഓപ്പറേഷൻ മെനിവേസ് അടിയന്തരമായി നടപ്പാക്കുകയായിരുന്നു. H-64 ആക്രമണ ഹെലികോപ്റ്റർ, 21 യുദ്ധവിമാനങ്ങൾ, 5 ഡ്രോണുകൾ, 14 രഹസ്യാന്വേഷണ വിമാനങ്ങൾ എന്നിവയാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. സിറിയൻ റഡാർ ഒഴിവാക്കാൻ മെഡിറ്ററേനിയൻ മുകളിലൂടെ കോൺവോയ് അടിസ്ഥാനത്തിൽ പറന്നാണ് ഇസ്രായേലിൽ നിന്ന് സൈന്യം എത്തിയത്.